നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മനോഹര ഓർമ്മകളെല്ലാം സമ്മാനിച്ച നടിയാണ് സുകുമാരി അമ്മ. സുകുമാരി എന്ന മഹാവിസ്മയം മാഞ്ഞിട്ട് 12 വർഷങ്ങൾ പിന്നിടുകയാണ്. മലയാള സിനിമയുടെ വളർച്ചയിൽ കൂടെ നടന്ന അഭിനേത്രികളിൽ ഒരാളായിരുന്നു സുകുമാരി. 6 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ 2500-ലേറെ സിനിമകളിലാണ് സുകുമാരി അഭിനയിച്ചിരുന്നത്. ഇന്നും മലയാള പ്രേക്ഷകർ ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും നിത്യവും സുകുമാരി അമ്മയുടെ കഥാപാത്രങ്ങളെ കണ്ടാസ്വദിക്കുന്നുണ്ട്. തീർത്തും അപ്രതീക്ഷിതമായാണ് സുകുമാരി അമ്മയെ തേടി മരണമെത്തിയത്. പൂജാമുറിയിലുണ്ടായിരുന്ന തീപിടുത്തമാണ് മരണത്തിലേക്ക് കാരണമായി മാറിയതെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ സുകുമാരി അമ്മയുടെ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ അനൂപ് മേനോൻ. മരിക്കുന്നതിന് മുമ്പ് സുകുമാരി അമ്മ ഫോണിൽ സംസാരിച്ചതിനെ കുറിച്ചാണ് താരം പങ്കുവയ്ക്കുന്നത്. മരണാനന്തരം ആശുപത്രി അധികൃതർ സുകുമാരിയുടെ മൃതദേഹത്തോട് കാണിച്ചതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. സുകുമാരി അമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ആ മരണം തന്നെയാണ്. ഞാൻ ബഡ്ഡി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു ഉണ്ടായിരുന്നത്. 10 മണിയായപ്പോൾ മനോരമയിലെ ഹരിയേട്ടൻ വിളിച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിരുന്നു. തണുപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതല്ല, സുകുമാരി അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നായിരുന്നു ചോദ്യം. എന്താണ് പ്രശ്നമെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അറിഞ്ഞില്ലേ എന്ന് ചോദിച്ച് കാര്യം എന്നോട് പറഞ്ഞു. എന്നെ 7-8 മണിയായപ്പോൾ വിളിച്ചിട്ടുണ്ട് സുകുമാരി അമ്മ എന്നതാണ് ഞാൻ ഓർത്തത്. ഞാൻ ഷൂട്ടിന്റെ തിരക്കായതിനാൽ കോൾ എടുത്തിരുന്നില്ല. തലേ ദിവസം സംസാരിച്ച വ്യക്തിയാണ്. 60% പൊള്ളലേറ്റെന്നാണ് കേട്ടിരിക്കുന്നത്. എനിക്കത് വ്യാജ വാർത്തയായിട്ടും തോന്നിയിരുന്നു. കുറച്ചു കഴിയുമ്പോൾ എനിക്കൊരു കോൾ വന്നു. അമ്മയാണ്. അങ്ങനെയാണ് ഞാൻ നമ്പർ സേവ് ചെയ്ത് വച്ചിരുന്നത്. ഒന്നുമില്ലമ്മ, ചെറുതായിട്ട് പൊള്ളി, ഡബ്ബിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു വച്ചു. 60% പൊള്ളലുള്ള ആളാണ് വിളിക്കുന്നത്. ആ ശബ്ദത്തിൽ ഭീകരമായിട്ടുള്ള വേദനയുണ്ടായിരുന്നു. വിധിയെ അംഗീകരിച്ചൊരു ശബ്ദമായിരുന്നു അത്. അപ്പോഴേക്കും ആരോ ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു. സംസാരിക്കാൻ വയ്യാത്തതിനാലാകാം. അതാണ് ഞാൻ അവസാനമായി കേൾക്കുന്ന ശബ്ദം. അമ്മ പോയി. അമ്മയിൽ നിന്നും എല്ലാവരും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താണ് അവിടേക്ക് പോകുന്നത്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ റോയപ്പേട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ അറിഞ്ഞു. ഞങ്ങളിവിടെ എത്തുമ്പോൾ സുകുമാരി അമ്മയെ കൊണ്ടുവന്നിരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ആംബുലൻസ് വന്നു. ആംബുലൻസിന്റെ അകത്തു നിന്നുമല്ല ബോഡി എടുക്കുന്നത്, ആംബുലൻസിന്റെ അടിയിലുള്ള ഡെക്കിലുള്ള സ്ട്രെച്ചറിൽ നിന്നുമായിരുന്നു. പൊള്ളലുള്ളതിനാൽ അവർ മുകളിൽ വെക്കാത്തതാകും എന്നാണ് കരുതുന്നത്. എന്ത് കാരണം കൊണ്ടാണ് എന്നത് കൃത്യമായിട്ട് അറിയില്ല. താഴെ നിന്നുമാണ് അവർ ഈ മൃതദേഹം എടുക്കുന്നത്. അവർ ബോഡി എടുത്ത് ആശുപത്രിയുടെ കോറിഡോറിലേക്ക് ഇട്ടു. ഞങ്ങളെല്ലാം ചുറ്റും നിൽക്കുകയാണ്. അപ്പോൾ വിട്ടുകിട്ടില്ല എന്ന് ആശുപത്രി അധികൃതരും വ്യക്തമാക്കി. അസ്വാഭാവിക മരണമാണ്, അതിനാൽ പോസ്റ്റ്മോർട്ടം വേണമെന്നായിരുന്നു അവരന്ന് പറഞ്ഞത്. മലയാളികളല്ലാതെ തമിഴിലെ ആക്ടേഴ്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ശവസംസ്കാരം നടക്കുന്ന സ്ഥലത്ത് ഞാനും കൃഷ്ണ എന്ന ആർട്ടിസ്റ്റുമാണ് ഉണ്ടായിരുന്നത്. കുറച്ചു പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയിലെ അംഗങ്ങളെല്ലാം വന്നുപോയി. സുകുമാരി അമ്മയെ ക്രമറ്റോറിയത്തിലേക്ക് എടുത്തു കിടത്തുന്ന സമയത്ത് അവിടെ നിന്ന അണ്ടർടേക്കർ ആയിട്ടുള്ള ഒരു പയ്യൻ, അയ്യോ അന്ത പണത്തെ എടുത്ത് മാറ്റ്, അയ്യോ റോൾ നമ്പർ തെറ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അവനെ അടിക്കാൻ തോന്നി. അവനെ സംബന്ധിച്ച് അവൻ അത്ര മാത്രമേയുള്ളൂവെന്ന് പറയുകയാണ് അനൂപ് മേനോൻ. തീപ്പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതം വന്നാണ് നടി മരണപ്പെടുന്നത്. ചെന്നൈയിലെ വീട്ടിൽ പൂജാമുറിയിലെ നിലവിളക്ക് കൊളുത്തുമ്പോൾ തീ പടർന്നു പിടിച്ചാണ് ഇവർക്ക് പൊള്ളലേൽക്കുന്നത്. 40% പൊള്ളലേറ്റിരുന്നു. 2013 മാർച്ച് 26-നാണ് ഹൃദയാഘാതം വന്ന് സുകുമാരി അമ്മ മരണപ്പെടുന്നത്. സുരേഷാണ് സുകുമാരി അമ്മയുടെ മകൻ. ഡോക്ടറായ ഇദ്ദേഹം അഭിനയ രംഗത്തും സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ്. ഉമ എന്നാണ് മരുമകളുടെ പേര്. ഫിലിം മേക്കറും ചിത്ര സംയോജകനുമായിട്ടുള്ള ഭീം സിംഗ് ആയിരുന്നു സുകുമാരി അമ്മയുടെ ഭർത്താവ്. 1978 ഭർത്താവ് മരണപ്പെടുന്നു. ഭർത്താവിന്റെ മരണശേഷം ദിവസങ്ങൾക്കുള്ളിൽ സുകുമാരി ഷൂട്ടിങ്ങിന് തിരിച്ചെത്തുന്നു. ഇതേക്കുറിച്ച് മുമ്പൊരിക്കൽ നടി സംസാരിച്ചതായിട്ടും ഓർമ്മവിട്ട്. ആരെയും ആശ്രയിക്കാതെ മകനെ വളർത്താൻ വേണ്ടിയാണ് താൻ സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയതെന്നതായിരുന്നു സുകുമാരി എന്ന് വ്യക്തമാക്കിയിരുന്നത്. നിന്നെ പഠിപ്പിക്കണമെങ്കിൽ അമ്മയ്ക്ക് ജോലിക്ക് പോയേ മതിയാകുള്ളൂ എന്നും എനിക്ക് ആരുടെ അടുത്ത് പോയും കൈ നീട്ടാനുള്ള അവസരം ഉണ്ടാകരുതെന്നൊക്കെയാണ് അമ്മ പറയുകയുണ്ടായി. നമ്മൾ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ.
അത് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നാണ് സുകുമാരി അമ്മ അന്ന് മകനോട് പറഞ്ഞതായിട്ടാണ് ഷൂട്ടിങ്ങിൽ അന്ന് വ്യക്തമാക്കിയത്. ഭർത്താവ് മരിച്ച് 3 ദിവസത്തിനുള്ളിൽ താൻ ഷൂട്ടിങ്ങിന് തിരിച്ചെത്തിയെന്ന് പിന്നീട് സുകുമാരി പല വേദികളിലും വ്യക്തമാക്കിയിരുന്നു. കോമഡിയും വില്ലത്തരവും ഒരുപോലെ വഴങ്ങുന്ന നടി തന്നെയാണ് സുകുമാരി. മലയാളത്തിന് പുറമെ നിരവധി ഭാഷകളിൽ സുകുമാരി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 10ാമത്തെ വയസ്സിൽ അഭിനയ രംഗത്ത് കടന്നു വന്നതാണ് സുകുമാരി. ഇരവ് എന്ന തമിഴ് ചിത്രത്തിലെ ഗാന രംഗത്തിലൂടെയാണ് സുകുമാരി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. പത്മിനിക്കൊപ്പം ഷൂട്ടിംഗ് കാണാനെത്തിയ സുകുമാരിയെ സംവിധായകൻ നീലകണ്ഠൻ അഭിനയിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. തസ്കരവീരനാണ് ആദ്യ മലയാള സിനിമ. പ്രധാന വേഷത്തിൽ അഭിനയിക്കേണ്ട നടി എത്താത്തതിനാൽ നൃത്ത സംഘത്തിൽ അംഗമാരുള്ള സുകുമാരിക്ക് അവസരം നൽകുകയാണ് ഉണ്ടായിരുന്നത്. നൃത്തത്തോടൊപ്പം നാടകത്തിലും സുകുമാരി സജീവമായിരുന്നു. അഭിനയിക്കുന്ന ഭാഷകളിലെല്ലാം തന്നെ ഡബ്ബ് ചെയ്യുന്ന അപൂർവം താരങ്ങളിൽ ഒന്നായിരുന്നു സുകുമാരി. വളരെ ഊഷ്മളമായൊരു ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന 2 പേരാണ് നടൻ മമ്മൂട്ടിയും സുകുമാരിയും. തന്നെ വളരെ സ്നേഹത്തോടെ മമ്മൂസ് എന്ന് വിളിക്കുന്ന അപൂർവം ചിലരേയുള്ളൂ. അതിൽ ഒന്ന് സുകുമാരി അമ്മയാണ് എന്ന് നടൻ മമ്മൂട്ടി അടുത്തിടെ ഒരു അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട്. സുകുമാരി അമ്മയെ സംബന്ധിച്ചും മമ്മൂട്ടി സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു. എന്റെ കുടുംബത്തിലെ മൂത്ത മകനാണ് മമ്മൂസ് എന്നാണ് അവർ എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. മമ്മൂട്ടിയുടെ മനസ്സുകൊണ്ടാണ് പലപ്പോഴും രോഗാവസ്ഥകളെ മറികടന്ന് താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്നും അവർ പലകുറി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയും നിംസ് ഹാർട്സ് ഫൗണ്ടേഷനും സംയുക്തമായി ചേർന്ന ഹാർട്ട് ടു ഹാർട്ട് പദ്ധതിയിൽ സൗജന്യ ഹൃദയ ചികിത്സകൾക്ക് തുടങ്ങിയ കാലത്താണ് ആദ്യം നടത്തിയിട്ടുള്ള 100 ശസ്ത്രക്രിയകളിൽ ഒന്ന് സുകുമാരി അമ്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്ന സുകുമാരി അമ്മയെ നിംസ് മെഡിസിറ്റി MD ആയിട്ടുള്ള ഫൈസൽ ഖാന് അരികിലേക്ക് പറഞ്ഞുവിടുന്നതും ശസ്ത്രക്രിയ നടത്തിയതും ഒക്കെ മമ്മൂട്ടി തന്നെയായിരുന്നു. നിംസ് ഹോസ്പിറ്റലിൽ നടന്ന ഒരു ചടങ്ങിനിടെ മമ്മൂട്ടിയെ കുറിച്ച് സുകുമാരി അമ്മ സംസാരിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതിലുമുണ്ട് മമ്മൂട്ടിയും സുകുമാരി അമ്മയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം. മമ്മൂട്ടി എന്ന് ഞാൻ പറയില്ല, എന്റെ മമ്മൂസാണ്. മമ്മൂട്ടി നടത്തിയ 100 സർജറികളിൽ ഒന്ന് ഞാനാണ്. അദ്ദേഹത്തിന്റെ ഒരു മനസ്സുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നതും ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുന്നതും ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനുള്ള ശേഷി ലഭിക്കുക വ്യക്തിയായി മാറിയതെന്നും പറയുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ ഹൃദയം മമ്മൂസ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയായിരുന്നു സുകുമാരി അമ്മയുടെ ആ വാക്കുകൾ. സുകുമാരി സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ ചേച്ചി എന്ന മുഖവുരയോടെ എണീറ്റു വന്ന് സംസാരിക്കുന്ന മമ്മൂട്ടിയെയും പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നും ഇപ്പോൾ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. പറഞ്ഞാൽ അനുസരണയില്ലാത്തൊരു സാധനമാണിത്. ആദ്യം ഒരു ഓപ്പറേഷൻ നടത്തി, എന്നിട്ട് ഡാൻസ് കളിക്കാനൊക്കെ പോയി. അത് കുഴപ്പമായി. ഒരു സാധനം പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ ഞാൻ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇറക്കരുത് എന്ന് പറഞ്ഞിട്ട് മുറിയിൽ പൂട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ വർത്തമാനം പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല, ഒരു അനുസരണയും ഉണ്ടായിരുന്നില്ല. ഇതിനെയൊന്നും ഇങ്ങനെ വളർത്തിയാൽ ശരിയാകൂല. സുകുമാരി അമ്മയെ സ്നേഹവാത്സല്യത്തോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ. സുകുമാരി അമ്മയുടെ മരണസമയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന മമ്മൂട്ടിയുടെ ഒരു പഴയ വീഡിയോയും കാഴ്ചക്കാരുടെ കണ്ണ് എപ്പോഴും ഈറനണിയിക്കുന്ന ഒന്നാണ്. എനിക്ക് അവർ അമ്മ തന്നെയായിരുന്നു. എവിടെ പോയിട്ട് വന്നാലും ഭക്ഷണം വരുന്നയാളാണ്. അടുത്ത കാലത്ത് ചേച്ചിക്കുണ്ടായ ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ചേച്ചി നിസ്സാരമായി എടുത്തു. ഞാൻ നിർബന്ധിച്ച് നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഓപ്പറേഷൻ നടത്തി. അത് പൂർണ്ണമായി ഭേദമാകും മുമ്പ് സിനിമയിൽ അഭിനയിക്കാൻ പോയി. അവിടെ സ്റ്റിച്ചൊക്കെ പൊട്ടി. ഞാൻ വിളിച്ച് വഴക്കു പറഞ്ഞപ്പോൾ രണ്ടാമതും ഹോസ്പിറ്റലിൽ പോയി അതൊക്കെ ശരിയാക്കിയെടുത്തു. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ രക്ഷിച്ചെടുത്ത ജീവനാണ് ഇപ്പോൾ ഈ തീ കൊണ്ടുപോയിരിക്കുന്നത്. ഇതായിരുന്നു ശബ്ദമേറിയ വാക്കുകളിൽ മമ്മൂട്ടി അന്ന് പ്രതികരിച്ചത്. അതേസമയം ചലച്ചിത്രങ്ങൾ കൂടാതെ നാടകങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിരുന്ന സുകുമാരിക്ക് രാഷ്ട്രപതിയിൽ നിന്ന് പത്മശ്രീ പുരസ്കാരവും ഒട്ടേറെ സംസ്ഥാന പുരസ്കാരങ്ങളും ലഭ്യമായ വ്യക്തിയാണ്. സിനിമയ്ക്കൊപ്പം 1000-ലധികം നൃത്ത പരിപാടികളും ഈ അതുല്യ പ്രതിഭ സാന്നിധ്യം അറിയിച്ച ഒന്ന് തന്നെയാണ്. 2010-ൽ നമ്മഗ്രാമം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. 2003-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1974, 1979, 1983, 1985 വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ സഹനടിക്കുള്ള പുരസ്കാരവും നേടിയ വ്യക്തിയാണ് സുകുമാരി.